ഹായ് ഫ്രണ്ട്സ്, മെഫിൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡന്റ് ആണോ, അല്ല ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ഫ്രഷർ ആണോ? നിങ്ങൾ ഈ പുതിയൊരു ജോബ് തേടാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ഡൗട്ട് ഉണ്ടാവും, ഞാൻ ഏതൊരു ഫീൽഡിലേക്ക് പോകണം, ഏതൊരു ടൈറ്റിലേക്ക് പോകണം, ഒരു പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ട് പോകണോ, അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് പോകണോ, ഡിസൈനർ ആയിട്ട് പോകണോ, ഡ്രാഫ്റ്റ്മാൻ ആയിട്ട് പോകണോ? അങ്ങനെ കുറെ അധികം ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കും. പഠിച്ചിറങ്ങിയാൽ പോരാ, നമുക്ക് എവിടെ ജോലി ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ, ഒരു ഗൈഡൻസ് നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിക്കുലർ അക്കാദമിയുടെ ഒരു ക്യൂസ് പ്രോസസ് ഉണ്ട്. ആ പ്രോസസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പ്രൊഫഷനിലാണ്, ഏത് ടൈറ്റിൽ വർക്ക് ചെയ്യണം, ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്ന് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാവും. കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും പല വ്യത്യസ്തമായ കഴിവുകളുണ്ടായിരിക്കും. ചിലവർ നന്നായി ഡിസൈനിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ഡ്രോയിങ് ഒക്കെ അടിപൊളിയായിരിക്കും. ചിലർ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഓടിയിടന്ന് പണിയെടുക്കാൻ കഴിവുള്ളവരായിരിക്കും. അപ്പൊ ഈ കഴിവുകളെ മുൻകൂട്ടി മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിനു ശേഷം അതിന് വേണ്ട അപ്സ്കില്ലിങ് നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻസോ അല്ലെങ്കിൽ ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എങ്ങോട്ട് പോകണമെന്നോ, ഏത് ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ നന്നാവുന്നോ, അതിന് ഗൈഡൻസ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കരിക്കുലർ അക്കാദമി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ curricularacademy.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയതിനു ശേഷം ഫസ്റ്റത്തെ പേജിൽ തന്നെ ടേക്ക് എ ക്വിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിലേക്ക് കയറിക്കും. അപ്പൊ ഇത്ര മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്താണ്, ഏത് ഫീൽഡിലാണ് പോയിട്ട് നമ്മൾ നന്നാവാന്നുള്ള കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട